നമസ്കാരം. നമസ്തേ ചേച്ചി. ശരിക്കും എന്താണെന്ന് പറയുക സർ, ആനീസ് കിച്ചണിൽ ദ വെരി ഫസ്റ്റ് ടൈം ഒരു IAS ഓഫീസർ ഞങ്ങളുടെ ഷോയിലേക്ക് വരുന്നത്. സോ ഞാനും എൻ്റെ പ്രേക്ഷകരും റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് സർ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു അവർ ഷോ. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അതാ ശരി. എന്താ അറിയോ സാർ, ഒരു കാര്യം എനിക്ക് സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചെന്നറിയാം. എൻ്റെ മോനും ഇപ്പം സെക്കൻഡ് സൺ അവനിങ്ങനെ IAS ഓഫീസർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴേ ഭയങ്കര ഇതാ. ഇപ്പം എൻ്റെ മോനെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ അറിവിൽ ഒത്തിരി പേരോട് വർത്താനം പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ചോദിക്കും ഹൗ ഷുഡ് വി ഡു, വാട്ട് വി ഷുഡ് ഡു ഫോർ ദാറ്റ്, ഹൗ ഷുഡ് വി പ്രിപ്പയർ ടു ദാറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കും. സാർ അതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ? വാട്ട് വി ഹാവ് ടു ഡു? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടന്നു കിട്ടും. ആണോ? പക്ഷെ അതിന് ഞാൻ ആദ്യം പറയുന്നത് ഡീറ്റെയിൽ ടോക്ക് അല്ലേ. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരെടുത്തും ഇനി വരാൻ പോകുന്ന ജനറേഷനും ഒക്കെ നമ്മൾ ഇച്ചിരി ഗൗരവത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇത്ര എന്നാ സില്ലി ആയിട്ട് പറ്റത്തില്ല. വരും സർ, നമുക്ക് ഇരുന്ന് വരാൻ. തീർച്ചയായും. പറയണം സർ, ഞങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് തരും എന്താ ചെയ്യേണ്ടതെന്ന്. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അത്ര വലിയൊരു ഭാരിച്ച പണിയൊന്നുമല്ല. ഒരു കുട്ടിക്ക് IAS കിട്ടണമെന്ന് വെച്ചാൽ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പഠിച്ച കാര്യങ്ങൾ തന്നെ അതിലും ചോദിക്കുന്നുള്ളൂ. ഞങ്ങളൊക്കെ പിന്നെ പ്രൊമോഷനായിട്ട് വന്ന IAS ഓഫീസേഴ്സാണ്. അതായത് ഭാഗ്യം കൊണ്ട് പിന്നെ സർവീസ് കൊണ്ടും എത്തിയവരാണ്. പക്ഷേ ഡയറക്റ്റായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭാവിയുള്ള ഒരു ഫീൽഡാണ് IAS, ഇന്ത്യൻ സിവിൽ സർവീസ്. കുറച്ച് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവണം, പഠിച്ച സബ്ജക്റ്റിനെ പറ്റി നല്ല അവഗാഹം ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും വേണം. അത് പലരും മറ്റു പല സംസ്ഥാനത്ത് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പം അമ്മ പറയും മോനെ ഒന്ന് പോയിട്ട് ഏത്തപ്പഴം വാങ്ങിക്കൊണ്ടു പോകാം, അപ്പോൾ ആ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ അതിനു വേണ്ടി പലരും അങ്ങനെ മാറി നിന്ന് പഠിച്ചിട്ടുള്ളവരാണ് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കേരളത്തിൽ നിന്ന് കിട്ടിയ എല്ലാ IAS ഓഫീസേഴ്സും അങ്ങനെയുള്ളവർ തന്നെയാണ്. നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നും അല്ല ഇത്. നമ്മൾ പലപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോഴും മറ്റേ ഇതിനൊക്കെ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുമ്പോഴും അങ്ങേയറ്റം നമ്മൾ ഹാർഡ് വർക്കിംഗ് നടത്താറുണ്ട്. അതേപോലെ ഒരു ഹാർഡ് വർക്കിംഗ് ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് നടത്തിയാൽ തീർച്ചയായും കിട്ടും. മോനോട് ധൈര്യമായിട്ട് പറയാ, നന്നായി ശ്രമിച്ചോളാം. എൻ്റെ മോനോട് മാത്രമല്ല, ഒത്തിരി പിള്ളേരുണ്ട് സർ ശരിക്കും ഈ IASന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി ഡയറക്ടർ കൂടിയാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് വിങ് തന്നെ ഇപ്പം IASന് പറ്റിയ രീതിയിലുള്ള കോച്ചിങ്ങൾ പോലും സ്കൂൾസിൽ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ 10-25 കുട്ടികളെ സെലക്ട് ചെയ്ത് ആ രീതിയിലേക്ക് വേണ്ട കോച്ചിങ് തുടക്കത്തിലേക്ക് കൊടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം ഇല്ല, സെലക്ടഡ് സ്കൂൾസിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റു പല സ്കൂൾസിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത്. അത് അവരെ ആ ഇതിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ്. കഴിഞ്ഞ ഒരു 1-1.5-2 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. വരും. എന്റെ മോന് ഇപ്പൊ 8th ആയിട്ടുള്ളൂ. അപ്പം എത്രയും വേഗം വന്നാല് പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്നത് ആ കുട്ടികളെ സെലക്ട് ചെയ്ത് ആ കുട്ടികളെ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ 12th വരുമ്പോഴത്തേക്ക് ഇന്ന ഗ്രൂപ്പ് അങ്ങനെയൊന്നുമില്ല അല്ലേ? ഏത് ഗ്രൂപ്പായാലും സിവിൽ സർവീസിൻ്റെ ഒരു ഗുണമുള്ളത് നമ്മളാണ് സബ്ജക്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ പലരും തന്നെ ഇപ്പോൾ ബോട്ടണി പഠിച്ച ആൾ ബോട്ടണിയും അല്ലെങ്കിൽ വേറെ സൈക്കോളജിയും കൊടുക്കും. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അറിവ് കൂടുതലുള്ള സബ്ജക്റ്റിലേക്ക് നമുക്ക് കൊടുക്കാം. താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. അവരുടെ ഇൻട്രസ്റ്റ് സ്പെസിഫൈഡ് സബ്ജക്ട്സ് ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം പല സബ്ജക്റ്റുകളുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം. സർ, ആസ് എൻ IAS ഓഫീസർ ഞാനൊരു കാര്യം ചെയ്തേ സാറിന് ഇപ്പം ആ ഒരു പദവിയിൽ ഇരിക്കുമ്പം ആർ യു വെൽ ഹാപ്പി ടു ദാറ്റ്? തീർച്ചയായും. നമുക്ക് പലപ്പോഴും സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. കാരണം പലരും പറയും കാരണം IAS കാരെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മനസ്സിൽ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള അവസരം ഗവൺമെൻറ് നമുക്ക് തരാറുണ്ട്, പബ്ലിക് തരാറുണ്ട്. അത് പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും. നമുക്ക് ഇപ്പം ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് IAS കിട്ടി വരുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ താസാരായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള ആളാണ് സർവീസിൽ. ആ കാലഘട്ടത്തിലും സാധാരണക്കാരനെ ഇപ്പം കാലാകാലങ്ങളായി പട്ടയം കിട്ടാതെ പിന്നെ ഒരു കടമെടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഒരു പട്ടയത്തിന് അപേക്ഷിക്കുമ്പോൾ അവർക്ക് പട്ടയം നമ്മൾ എത്രയും പെട്ടെന്ന് കടമ്പകളില്ലാതെ പെട്ടെന്ന് കൊടുക്കാൻ മിക്കതും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത സംശയങ്ങളും ഇതും നമ്മൾ വെച്ച് പേടിച്ച് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് അവർ തകർന്നു പോകുന്നത്. അത് നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ ഇന്ന് കൊടുക്കാനുള്ളത് ഇന്ന് തന്നെ കൊടുത്താൽ
അവർക്ക് അത്രയും സന്തോഷമുണ്ട്. അവരുടെ ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാ സർ പറയുന്ന വളരെ ശരിയാ. ഇന്ന് കൊടുക്കാൻ പറ്റുന്നത് ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റണം. പക്ഷേ നമ്മുടെ ഓഫീസിൽ മിക്കവർക്കും അങ്ങനെ പറ്റുന്നില്ലല്ലോ കാരണം സർ. സംശയമാണ്. കാരണം ഇത് ഞാൻ പലരും ചിന്തിക്കുന്ന പല ഓഫീസേഴ്സും ചിന്തിക്കും. ഇപ്പം പൊതുവെ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം നമ്മളൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ നോക്കുന്നത്. നമുക്കിത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. കാരണം നിയമത്തിൻ്റെ ഓരോ വരികളുടെ ഇടയിലൂടെ വായിച്ച് ഇത് എങ്ങനെ റിജക്റ്റ് ചെയ്യാം, എങ്ങനെ എൻ്റെ തടി രക്ഷപ്പെടുത്താം, അങ്ങനെയാണ് ഈ പണിക്ക് വരണ്ട. ശരി. ഇപ്പം ജനങ്ങളെ സേവിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ശരിക്കും സാറിനോട് ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു സന്തോഷം എന്താ അറിയോ, 2 പ്രമുഖ ക്ഷേത്രങ്ങളാണ്. കാര്യം ഗുരുവായൂരപ്പനെ നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല. അതേപോലെ നമ്മളൊക്കെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ ശരിക്കും ഞങ്ങളുടെയൊക്കെ മഹാരാജാവായിട്ട് ഞങ്ങൾ കാണുന്നതാണ് പത്മനാഭസ്വാമി. അല്ല, അതിൽ തന്നെ ഇപ്പോൾ ഗുരുവായൂരായാലും പത്മനാഭസ്വാമി ക്ഷേത്രമായാലും അവിടുത്തെ ശരിയായൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കാണുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തൊഴുക അല്ലെങ്കിൽ സ്വാധീനമുള്ളവർ തൊഴുകയെന്നല്ല, സാധാരണക്കാരന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വന്ന് തൊഴുതു പോകാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അതാണ് ഏറ്റവും ഭഗവാൻ നല്ല രീതിയിൽ കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ സാറിന് ആ ഒരു ഭഗവാനെ സേവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഏത് തരത്തിലും കാണാം. കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നു കിട്ടുമ്പോഴാണ് സുഖം. എന്നാൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ ദ്രോഹിക്കാൻ ഇപ്പോൾ പലപ്പോഴും പല ക്ഷേത്രങ്ങളും കാണും ശത്രു സംഹാര പുഷ്പാഞ്ജലി. യഥാർത്ഥത്തിൽ അത് ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശത്രുതാ സംഹാര പുഷ്പാഞ്ജലിയാണ്. ശത്രുതയെ ഇല്ലാതാക്കുന്ന പുഷ്പാഞ്ജലിയാണ്. അല്ലാണ്ട് ശത്രുവിനെ തകർക്കാനുള്ള, അയാളുടെ ശത്രുത ഇല്ലാതാക്കുക, അതെന്ന് വെച്ചാൽ അവരെ മിത്രമാക്കുക എന്നാണ്. അത് പലപ്പോഴും പല കാര്യങ്ങളും തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു പോകുന്ന കാര്യങ്ങൾ കുറേയുണ്ട്. ശരിയാ. ചേച്ചി ശരിക്കും വെജിറ്റേറിയൻ ആയിരുന്നോ? ഞാൻ എന്നാന്നോ ശരിക്കും ആദ്യം വിചാരിച്ചു ചേച്ചി നോൺ വെജ് ആണ്. പിന്നെ ഞാൻ ഓർത്ത ചേച്ചി വെജിറ്റേറിയൻ ആണ്. ആണോ ചേച്ചി വെജ് നേരത്തെ മുതലേ? അല്ല, എനിക്ക് ഇഷ്ടം അതാണ്. അത്രേ ഉള്ളൂ. ചേച്ചിയുടെ വീട് എവിടെയാ പറഞ്ഞേ? പാലക്കാട്. അവിടെ അങ്ങനെ നാട് അല്ല 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 ഇല്ല ചേച്ചിയുടെ വീട്ടിലല്ല. എനിക്ക് ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ ഈശ്വര ഞാനൊക്കെ നേരെ നിൽക്കേണ്ടി വരും കാരണം അതുകൊണ്ട്. അല്ല, ഞാൻ പറയുന്നതല്ല, ഞാനെപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന് ഒരു പൊതുവെ ഒരു പ്രൊപ്പഗാൻഡ എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ അതൊരു ഗമയ്ക്ക് വേണ്ടി പറയുന്നതാണോ എന്നാണ് ഞാൻ ചോദിക്കാറ്. എന്നാന്നറിയാം സാർ, അങ്ങനെയൊക്കെ ചേച്ചി ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. സാർ വെജും നോൺ വെജും എല്ലാം. ആനിയുടെ പുതിയ റോൾ എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. താങ്ക് യു. ഞാൻ ആനിയുടെ ഒരു ഫാൻ ആയിരുന്നു. കുട്ടിയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആനിയുടെ കുഞ്ഞി കുട്ടിയാകുമ്പോൾ. ഈശ്വര, എനിക്ക് എന്നാ നല്ലൊരു അപ്രിസിയേഷൻ ആ കിട്ടുന്നല്ലേ ചേച്ചി. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഈ റോളും ആനി നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. എത്ര കുട്ടികളാണ്? എനിക്ക് 3 പിള്ളേർ, 3 ആൺകുട്ടികളാണ്. മൂത്താള് അമിറ്റിയിൽ പഠിക്കുന്നു, ഫസ്റ്റ് BBA-ക്ക്. ചെറിയ 2 ആളും 8th-ലും 6th-ലും. അതാ ഞാൻ സാറിനോട് ചോദിച്ചേ, 8th പഠിക്കുന്ന ആൾക്കാണ് എൻകറേജ് ചെയ്ത് വിടണം. തീർച്ചയായും. സബ്ജക്ട്സ് തരോ? അവിടെ എന്റെ മോള്, ഒരു മോള്, അവള് ഡോക്ടറാണ്. ശരി. എവിടെ വർക്ക് ചെയ്യുന്നു? ഇല്ല, ജസ്റ്റ് പാസ് ഔട്ടായി കഴിഞ്ഞിട്ട്. ഹൗസ് ഏജൻസി കഴിഞ്ഞു, രജിസ്ട്രേഷൻ എടുത്തു. PG നോക്കണം, അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് സ്കിന്നാണ് ഇഷ്ടം, കോസ്മെറ്റോളജി. നല്ല കാര്യം. എനിക്ക് ശരിക്കും പെൺകുട്ടികളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഡോക്ടർ ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഗൈനക്കോളജി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് ചോദിച്ചത്. പക്ഷെ ഗൈനക്കോളജി അവള് പറയുന്നത് അത് കുറച്ച് ഹെക്ടിക്കാണ്, നൈറ്റില് എമർജൻസീസ് എല്ലാം മീറ്റ് ചെയ്യേണ്ടി വരും. ശരിയാ. അതുകൊണ്ട് മോക്ക സ്കിന്നാ ഇഷ്ടം. അതുകൊണ്ട് ടെൻഷൻ റിലീവ് ആണോ? നൈറ്റിലൊന്നും വരില്ല, കോൾസ് ഒന്നും പെട്ടെന്നുള്ള കോൾസ് ഒന്നും വരികയില്ല. കുഞ്ഞുനാൾ മുതലേ സ്കിന്നിനോട് തന്നെയാണ്. അവൾക്ക് കോസ്മെറ്റോളജി ആണ് ഇഷ്ടം. അവൾക്ക് കോസ്മെറ്റിക് ഇത് കൂടുതൽ ഇഷ്ടം, കുറച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയാണ്. കുഞ്ഞുനാളപ്പോ സാറിനെ പോലെ IAS അങ്ങനെ ഒന്നും ചിന്തിച്ചു? അവൾക്ക് തീരെ ഇഷ്ടമല്ല, IAS ഇഷ്ടമല്ല. അച്ഛൻ്റെ ഈ ബിസിനസ്സും ഒരു ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ അല്ല, അവൾക്ക് അതിനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ആ കുട്ടിക്ക്. പക്ഷെ അവൾക്ക് അത് തീരെ ഇഷ്ടമല്ല. സബ്ജക്ട്സ് ഇപ്പം മെഡിസിൻ കഴിഞ്ഞ കുട്ടിയാവുമ്പോൾ അവൾ ആ സബ്ജക്ട് തരുവാണെങ്കിൽ അവൾക്ക് അത് ഓപ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ IAS. ഞാൻ പറഞ്ഞു നോക്കി, അവൾക്ക് ഇൻട്രസ്റ്റേ ഇല്ല. കഴിക്കണം സർ. വെളിച്ചെണ്ണയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അതെ,
കാരണം ഏറ്റവും നല്ല നമ്മുടെ നാടിൻ്റെ എണ്ണ എന്ന് അതെ, ഇത് പക്ഷെ എന്നാന്നറിയാം സർ, ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ അല്ല ഉപയോഗിച്ചേക്കുന്നത്. കുറുമയ്ക്ക് ബേസിക്കലി കുറച്ച് ഗീ ആ വേണ്ടിയേ. അതുകൊണ്ട് ഞങ്ങള് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെയാ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ കേരള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി വെളിച്ചെണ്ണ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗീ തന്നെയാണ്. എന്റെ ഈശ്വര, കഴിക്കാൻ സമയമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചി ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അവിടെ ഇപ്പം ടെമ്പിളിലായതുകൊണ്ട് അവിടുന്ന് ബട്ടർ കിട്ടും. ആ ബട്ടർ മുഴുവനും കഴിക്കലാണ് ഇപ്പൊ പണി. ചേച്ചി അന്നേരം ബട്ടർ ഒളിച്ചു വെക്കോ ചേച്ചി? ഞാൻ ഒന്നും പറയാറില്ല. തുലാമേനി പായസം ചേച്ചി ഇങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ചേച്ചി ഇങ്ങനെ നോക്കും. ചേച്ചി ഞങ്ങള് തിരുവനന്തപുരത്തായിരുന്നു, അങ്ങനെ തിന്നുവേല, അതങ്ങോട്ട് തുറക്കും, ഞങ്ങൾ നല്ല കാര്യമായിട്ട് തിന്നും. ഏറ്റവും സ്വാദുള്ള പായസം ഏറ്റവും നല്ല സ്വാദ് മേനി പായസത്തിന് തന്നെയാട്ടോ. അതും പാൽ പായസവും. ചേച്ചി നാടൻ ഭക്ഷണമൊക്കെയാണോ ചെയ്യുന്നത്? എനിക്കിഷ്ടം നാടൻ ഭക്ഷണം തന്നെയാണ്. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പൊ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ കുക്കിംഗ് ചെയ്യാറില്ല. ഒരു മടി, കുറച്ചൊരു മടി. മോൾക്ക് അവള് നോണും എല്ലാം ഇഷ്ടമാണ്. ചില ടൈമില് ഭയങ്കര സീസണലാണ് അവളുടെ ഇഷ്ടങ്ങള്. ചേച്ചി വർക്ക് ചെയ്യുന്ന ഹൗസ് വൈഫ്? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. എനിക്ക് ഒരു ചെറിയ കുഞ്ഞ് ആർട്ടിസ്റ്റാണ്. അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ കുറച്ച് വരയ്ക്കും. അപ്പം വരയ്ക്കും, അതുപോലെ കുറച്ചൊക്കെ. എന്നാ ചേച്ചി ചെയ്യുന്നത്? തഞ്ചാവൂർ പെയിന്റിങ്സ് ആണോ? തഞ്ചാവൂർ പെയിന്റിങ്സ് ഞാൻ എനിക്കിഷ്ടമാണ്. ചേച്ചി കുഞ്ഞിലെ വരയ്ക്കും? അങ്ങനെ വലിയ ആർട്ടിസ്റ്റാന്നൊന്നും എനിക്ക് തോന്നില്ല. പെയിന്റിംഗ് ഒന്നും ജസ്റ്റ് ഞാൻ ഇപ്പോഴായിട്ട് പഠിച്ചെടുക്കുന്നത് മാത്രമാണ്. ഗുരു അങ്ങനെ നിന്നാ പഠിക്കുക? അതെ, ഞാൻ അത് പഠിച്ചു. ഞാൻ ഓൾറെഡി പഠിച്ചു. ഇപ്പം കുറേ ചെയ്തു എക്സിബിഷൻസ് ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാൻ അതും ചെയ്യുന്നില്ല. മടി. എനിക്ക് എൻ്റെ മോളുടെ പോലെ സീസണലാണ് എൻ്റെ ഇഷ്ടങ്ങൾ. ചില സമയത്ത് ചില കാര്യങ്ങളോടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുക. ചില സമയത്ത് പെയിന്റിങ്, ചില സമയത്ത് പാട്ട്, ചില സമയത്ത് ഡാൻസ്, ചില സമയത്ത് അങ്ങനെ ഉണ്ട്. ഞാൻ കല്യാണത്തിന്റെ ആ ഒരു ടൈം വരെ ചെയ്തിരുന്നു. പിന്നെ ചേട്ടന് വലിയ ഇഷ്ടമല്ല ഡാൻസ്. സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ചില സമയത്ത്, കാരണം ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. ചേച്ചി എന്നാ കഴിവുള്ള ലേഡിയാന്ന് നോക്കി. അതിനെല്ലാം സാക്രിഫൈസ് ചെയ്ത് വാട്ട് എ ഹസ്ബൻഡ് പ്രിഫേഴ്സ് ഷീ ഡസ് ദാറ്റ്. ഷുഡ് അപ്രിഷിയേറ്റ് അല്ലേ? പെയിന്റിംഗ് ഒക്കെ പുള്ളി ഇപ്പം ഇത്രയും നല്ലൊരു കലയുണ്ട്, നല്ല ഡാൻസ് ചെയ്യും. പക്ഷെ ഇപ്പം പിന്നെ അഗെയിൻ മോളൊക്കെ സെറ്റ്, മോളാവുന്ന വരെ ഞാൻ മോൾക്ക് വേണ്ടി അവളുടെ കൂടെ 10th ആവുന്ന ടൈമിൽ അവളും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെ ട്യൂഷന് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് +2 അവൾ അതിനുള്ള മാർക്ക് വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ നല്ലൊരു അമ്മയായിട്ട് തോന്നി. തീർച്ചയായിട്ടും അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്. നമ്മളാ കുഞ്ഞിനെ അവൾക്ക് ആ ഒരു ഒക്കെ അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ ഡാൻസ് അതൊന്നും വല്ലാതെ അങ്ങനെ ഇതിന് നടക്കണ്ട, പഠിക്കണം നന്നായിട്ട്. അപ്പൊ അവളുടെ ആ ഒരു ഇതിന് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അവളെല്ലാം അവൾക്കെല്ലാം ടാലന്റഡ് ആണ്, നന്നായിട്ട് തന്നെ ഡാൻസ് പാടാറുണ്ട്. ചേച്ചി പാടുവോ? പാടും. ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പാട്ട് വെച്ച് ഇവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാ. അന്നേരം ഞാനും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ. ഇപ്പൊ ഞാൻ അങ്ങനെ വലിയ അതിനായിട്ട് കുക്കിങ്ങിന് നിൽക്കാറില്ല. കാരണം കുക്ക് ചെയ്യാൻ വീട്ടിലെ ആളുണ്ട്. അപ്പൊ ഞാൻ അത് അധികം ചെയ്യേണ്ടി വരാറില്ല. മറ്റത് ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ ഫുൾ ടൈം ഫുൾ വോളിയത്തിൽ ശരിക്കും ഭയങ്കര എനർജി. അമ്മ കിച്ചൺ വിട്ടു കൊടുക്കാറില്ല, അതാണ്. കാരണം 74 വയസ്സായി, എന്നാലും അമ്മയുടെ രുചി എന്ന് പറയുന്ന ഒരു അത് വടക്ക് മറ്റേ തലശ്ശേരി. ഓക്കെ. അപ്പൊ ഫുഡ് ശരിക്കും എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? പാലക്കാടും തലശ്ശേരി ഒക്കെ പറയുമ്പോ. ഓ അത് ശരി. അപ്പൊ അമ്മ അവിടെ ബിരിയാണി അതൊക്കെ ചെയ്യോ? ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അമ്മയ്ക്ക് ഈശ്വര, അപ്പൊ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ. സാർ അപ്പൊ നല്ലൊരു ഗ്രഹനാഥനാന്നും കൂടെ പറയാൻ പറ്റില്ല. അത് സമ്മതിച്ചിരുന്നില്ല. ചേച്ചി അടുക്കള കേറാത്ത സമയത്ത് വേണമെങ്കിൽ സാർ ഒന്ന് കേറും. സ്വീറ്റ്സും ഞാൻ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അത് ശരി. അപ്പൊ ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടാക്കി ദീപാവലി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഡിണ്ടിഗൽ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. ഡിണ്ടിഗൽ ബിരിയാണി ഉണ്ടല്ലോ, തലപ്പാക്കട്ട് ബിരിയാണി. അത് തമിഴ്നാടിന്റെ മാത്രമൊരു പ്രത്യേകതയാണ് ഈ ഡിണ്ടിഗൽ ഭാഗത്ത്. കാരണം ഈ മറ്റേ കോയമ്പത്തൂർ ചില ഹോട്ടൽസ് ഉണ്ട്, അങ്കണ്ണൻ ബിരിയാണി ഉണവകം എന്ന് പറയും. അവർ നല്ല ഫേമസ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അത് സാധാരണ ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുക്കർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു IAS ഓഫീസറിന്റെ ഫസ്റ്റ് ടൈം ആണ് ഒരു ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് കിട്ടുന്നത്. അതായത് അതില് തമിഴ് സ്റ്റൈലാണത് ഉണ്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൂടി മസാലയായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ദമ്മിട്ടിട്ടാണല്ലോ നമ്മളിവിടെ സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഒന്നിച്ച് ആദ്യം ഇതിന് ഏറ്റവും പുതിനയാണ് നമ്പർ 1 ഏറ്റവും കൂടുതൽ. നമ്മളിവിടെ അത്ര ഉപയോഗിക്കില്ല, എന്നാൽ കൂടുതൽ അത് പുതിന ഉപയോഗിക്കും.
പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ ആട് മാംസമാണെങ്കിലും ചിക്കനായാലും അത് പ്രഷർ കുക്കറിലിട്ട് 1-2 അടി അടിച്ച് ഒന്ന് വേവിക്കും. അതിൽ മഞ്ഞളോടും ആവണക്കെണ്ണ ഒഴിക്കും. അതാണ് അവരുടെ പ്രത്യേകത. ഒരു 2 ടീസ്പൂൺ ആവണക്കെണ്ണയും കൂടി ഉപയോഗിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചുവയൊന്നും വരികയില്ല. ഇല്ല, കാരണം അത് കഴിഞ്ഞാൽ അത് സൂപ്പായിട്ട് മാറ്റും. അതിൽ സ്റ്റോക്ക് കുറച്ചും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായിട്ട് ഈ പുതിന സവാള ഇതെല്ലാം കൂടി ഒന്ന് ചരച്ചെടുക്കും. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി അരച്ചെടുത്ത് അത് തക്കാളി ചെറുതായിട്ട് കുനുകുനെന്ന് അരിഞ്ഞ് മസാലയായിട്ട് അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അരി അതിൻ്റെ അളവനുസരിച്ചിട്ട് ഇത് തിളച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് വെള്ളമൊഴിച്ച് ഈ സ്റ്റോക്കൊക്കെ ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ഈ വേവിച്ച ചിക്കൻ അതിനകത്ത് അല്ലെങ്കിൽ മട്ടനാണെങ്കിൽ അത് ഇട്ടിട്ട് കംപ്ലീറ്റ് ഒന്നും കൂടി ഫ്രൈ ചെയ്യുന്ന വിധത്തിലാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഈ സ്റ്റോക്ക് ഒഴിച്ച് അതിലേക്കാണ് അരി ഇട്ട് തിളപ്പിക്കുന്നത്. പ്രഷർ കുക്കർ അടയ്ക്കുന്നു. മറ്റേ ഒരു 2 വിസിലോടുകൂടി കറക്റ്റ് ബിരിയാണി റെഡി. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഡിലിഗൽ ബിരിയാണി. കേട്ടല്ലോ, നമ്മളൊരു പ്രത്യേക റെസിപ്പി കേട്ടത്. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്നാ നമുക്ക് എപ്പിസോഡിൽ ഈ ഒരു ചെയ്തിട്ട് ഞാൻ സാറിന് തീർച്ചയായിട്ടും കാരണം എൻ്റെ പ്രേക്ഷകരും എത്രയായാലും ഞങ്ങൾ ഈ വെറൈറ്റി ഓഫ് ഫുഡ്സാണ് ഞങ്ങളും ഇങ്ങനെ അന്വേഷിക്കുന്നത്. റെസിപ്പി തരാം തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ഷോയിലേക്ക് ഞാനും പ്രേക്ഷകരും കൂടെ ചെയ്യും. ചേച്ചി സാർ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. ഞാൻ എപ്പോഴും ഫുഡ് മറ്റേ ചെറിയ തകരാറുണ്ടെങ്കിൽ അന്ന് ലഹരി ഉണ്ടാക്കാറുള്ള ആളാണ് ഞാൻ. അമ്മയായാലും അമ്മയടുത്തും പറയും സ്വാഗതം ശരിയായില്ല എന്നൊക്കെ. അന്ന് ഭയങ്കരമായിട്ട് പെർഫെക്ഷനിസ്റ്റ് ആണ്. അവര് തരി പോലും എന്തെങ്കിലും കുറഞ്ഞാലും അന്ന് അവിടെ ഭയങ്കര ബഹളാണ്. അതുകൊണ്ടായിരിക്കും ഞാനൊരു കുഞ്ഞി കുക്കായി മാറിയത്.